ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ മാധവ് കുടിച്ച് ലെക്ക് കെട്ട് വന്നിട്ട് എന്തൊക്കെയോ പിച്ചും പേകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ലേയക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ലേയ ആണെങ്കിൽ ഒന്ന് നിർത്താവോ, നിങ്ങൾ എന്തിനിങ്ങനെ കുടിച്ച് കെട്ട് വന്ന് സംസാരിക്കുന്നതല്ല എൻ്റെ വിധി, നിങ്ങളൊന്ന് നിർത്തുക, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ് ലേയ. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുടിച്ചു വന്ന് നീ എന്ത് ചെയ്യോടെ, ഇനി നിങ്ങൾ കുടിച്ചു വന്നാൽ ഞാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ നീ അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് ഈ മാധവ് ലയെ തല്ലാനായിട്ട് ഇങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞപ്പോഴേക്കും ആ കൈ കയറി തടയുകയാണ് നമ്മുടെ ആഷിത. അപ്പോൾ ആഷിത അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് പോലും ഞെട്ടിപ്പോയി. നീ ആരെയാടാ തല്ലാനായി കൈ ഉയർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം, നിങ്ങൾ ആരാണ്? ഓ മനസ്സിലായി, ഏട്ടത്തിയല്ലേ. എനിക്ക് പെട്ടെന്ന് മുഖം കണ്ടപ്പോഴേ അങ്ങോട്ട് മനസ്സിലായില്ല. ഇപ്പം ഏതായാലും മനസ്സിലായി നിങ്ങൾ എൻ്റെ ഏട്ടത്തിയാണെന്ന്. എടാ പെണ്ണുങ്ങൾ തല്ലുന്നതാണാടോ ആണത്തം എന്ന് ചോദിക്കണം. പിന്നെ എങ്ങനെയാണ് ഏട്ടത്തി ആണത്തം കാണിക്കേണ്ടത്? ഏത് രീതിയിലാണ് ഞാൻ ആണത്തം കാണിക്കേണ്ടത്? എടാ പെണ്ണുങ്ങളെ തല്ലുന്നതല്ലടാ ആണത്തം. കെട്ടിയ ഭാര്യയെ അവളെ സന്തോഷത്തോടെ കൊണ്ടുകൊണ്ട് നടക്കുക, അതാണടാ ആണത്തം. അവൾക്കുള്ള ചിലവിന് കൊടുക്കുക, അതാണടാ ആണത്തം എന്ന് വിചാരിച്ച് നീ കുടിച്ചു വന്നിട്ട് പെണ്ണുങ്ങളെയും കയറി തല്ലിയിട്ട് നീ ആണത്തം കാണിക്കേണ്ട ആവശ്യമില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ആഷിതയാണെങ്കിൽ ഭയങ്കര ഡയലോഗ്. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. അതെ, എനിക്ക് ഇച്ചിരി ആണത്തം കുറവാണ് ഏട്ടത്തി, അങ്ങനെ തന്നെ ചിന്തിച്ചോ, എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല. എടാ നീ എന്തിനാ ഇപ്പോൾ കുടിച്ചു വന്നേന്ന് എനിക്ക് മനസ്സിലായി. നീ നിൻ്റെ അമ്മയോട് വൈരാഗ്യം തീർക്കുന്നല്ല, മാധവ് എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള വൈരാഗ്യം തന്നെയാണ് നിൻ്റെ മനസ്സിൽ. മാധവ് എന്ന് പറഞ്ഞ ശരീരത്തെ നിനക്ക് കുടിച്ച് തോൽപ്പിക്കണം, ഇല്ലാതെയാക്കണം. അതാണ് നീ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ എന്നൊക്കെ പറയണം. ഇതൊക്കെ ഇവിടെ മാധവ് ഒന്നും മിണ്ടുന്നില്ല. അതെ, നീ ഇഷിതയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് വേണ്ട. എന്താ ഇഷിത ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നത്? അവളൊരു കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അവളതെ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീ നിൻ്റെ വില കളയരുത് മാധവേ. നീ നിൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറയാം. ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനോ? എന്തിന്, ഏതിന്, ആർക്ക് വേണ്ടി? ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം, എനിക്ക് അതിന് യാതൊരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മാധവ് പറയാം. അപ്പം മാധവിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. അതെ വേണ്ട, നിൻ്റെ ഈ വേലത്തരങ്ങളൊന്നും ഇവിടെ വേണ്ട, ഇനി മേലാൽ നീ കുടിക്കാൻ പാടില്ല. അത് പറയാൻ ഏട്ടത്തി ആരാണ്? ഞാൻ കുടിക്കും, കുടിച്ച് ലെക്ക് കെടും. ഇനി അങ്ങോട്ട് മാധവിൻ്റെ ജീവിതം കുടിച്ച് ലെക്ക് കെടാൻ തന്നെയുള്ളതാണ്, എന്നെ ആരും തടയാനായിട്ട് നോക്കണ്ട എന്നും പറഞ്ഞപ്പോഴേക്കും മാധവിനെ കൈ പിടിച്ച് തിരിച്ചിട്ട് അങ്ങനെ പിടിച്ച് നിർത്തി. ഏട്ടത്തി വീടേട്ടത്തി എന്തീ കാണിക്കുന്നതെന്ന് ചോദിക്കുക. നിന്നെ ഞാൻ വിടില്ല, ഞങ്ങളെല്ലാവരും കൂടിയേ നിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ ഇപ്പം തന്നെ വന്നത് തന്നെ നിങ്ങൾ എൻ്റെ കുടി നിർത്താൻ വേണ്ടി ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു പോലും. അതൊരിക്കലും നടക്കില്ല. ഈ മാധവ് നിങ്ങളുടെ കൂടെ വരില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ സമ്മതമൊന്നും വേണ്ട, നിന്നെ വലിച്ചഴച്ച് കാറിൽ കയറ്റി ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കും. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. പിന്നെ ആ ഒരു തീരുമാനം നടക്കില്ലെങ്കിലോ? അതിനി ഒരിക്കലും നടക്കാൻ പോകാത്ത സ്വപ്നമാണ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ദേലയെ പിടിക്കുകയാളെ, ഇവനെ നശിക്കാനായിട്ട് ഞാനങ്ങനെ സമ്മതിക്കില്ല. മാധവിനി നശിക്കണ്ട. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഏട്ടത്തി, എന്താ നിങ്ങളുടെ ഭർത്താവ് നല്ല കേമനാണോ? നിങ്ങളുടെ ഭർത്താവിന് ആണത്തുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് എപ്പോഴും അമ്മയുടെ പിന്നാലെ തന്നെ നടന്ന് അമ്മ പറയുന്ന കാര്യങ്ങളും കേട്ടുകൊണ്ട് നടക്കുകയല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വില തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നീ പറഞ്ഞു ശരിയാണ് മാധവേ, പക്ഷേ എൻ്റെ ഭർത്താവ് അമ്മയെ അനുസരിച്ച് അമ്മയുടെ വാക്കുകളും കേട്ട് എന്നെ തള്ളിപ്പറയുന്ന ഒരാളാണ്. പക്ഷേ നിന്നെ പോലെ അതപ്പതിച്ച് പോയിട്ടില്ല എൻ്റെ ഭർത്താവ്. ഇനി അങ്ങയിൽ നിന്ന് എനിക്കൊരു സംരക്ഷണം കിട്ടുമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. അയാളുടെ നിന്ന് എനിക്ക് അംഗീകാരം കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മാധവേ, നീ എൻ്റെ അനിയനാണ്. അതുകൊണ്ട് തന്നെ നീ നശിച്ച് നാറാണക്കൽ എടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് നീ പ്രതീക്ഷിക്കാൻ വേണ്ട. ഇപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാം ഡി അഡിക്ഷൻ സെൻറ്ററിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചടിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങ് മാധവേ, കാറിൽ നിന്നിറങ്ങ്. ഞാൻ വരില്ലെന്നല്ല പറഞ്ഞത്, എന്നെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട. മാധവ് വന്നിട്ട് കുടിച്ചിങ്ങനെ ലെക്ക് കെട്ടിരിക്കുകയാണല്ലോ. ഇപ്പം തന്നെ കാറിൽ നിന്നിറങ്ങി ഇങ്ങനെ ഓടുകയാണ്. ഓടിക്കഴിഞ്ഞപ്പോഴേക്കും മാധവ് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഇവരെ കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്ന് രണ്ടുപേരും ഓടി വരികയാണ്. നിൽക്കട അവിടെ, ഞങ്ങളെയൊക്കെ വെട്ടിച്ച് പോകാൻ മാത്രം നീ ആയോടാ? നീ അവിടെ നിന്നണ്ടേ, നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞോണ്ട്. അയ്യോ ചേട്ടന്മാരെ എന്നെ വിട്,
എനിക്കിതൊന്നും സെറ്റാവില്ല. ഞാൻ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയാലും ഞാൻ കുടി നിർത്തില്ല. ഞാൻ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ജീവൻ തീരുന്നത് വരെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. അത് തടയാൻ ആർക്കും പറ്റില്ല. അത് തടയണോ വേണ്ടേന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം. നീ ഏതായാലും ഞങ്ങളോടൊപ്പം വാ. അങ്ങനെ നിന്നെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് നമ്മുടെ മാധവിനെ നേരെ അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് ആഹാ, താൻ നല്ല ബഹളക്കാരനാണല്ലോ, തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്, നിങ്ങളൊക്കെ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഡോക്ടർ അല്ല, മാധവിന് ഞങ്ങളെന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഒരെണ്ണം എൻ്റെ വൈഫാണ്, പിന്നെ അത് എൻ്റെ ഏട്ടത്തിയാണെന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടല്ലേ? അല്ല, നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ഈ കുടിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആ കുടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നിങ്ങളെ നല്ല സ്വതന്ത്രനായിട്ട് വിടാനാണ് എൻ്റെ തീരുമാനം. ഈ ഡോക്ടർ വിചാരിച്ചാലൊന്നും എൻ്റെ കുടി നിർത്താനായിട്ട് കഴിയില്ല. എനിക്കിവിടെ നിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിക്കണം, എന്താ പ്രശ്നം, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലയ പറയുകയാണ്, എൻ്റെ പൊന്നു ഡോക്ടറെ, ഇങ്ങനിപ്പോൾ ഇത് സ്ഥിരം പരിപാടിയായിരിക്കുകയാണ്. കുടിച്ചിലേക്ക് കേട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നു. പക്ഷേ പണ്ടൊക്കെ ഇല്ലേ നല്ല സ്വഭാവക്കാരനായിരുന്നു, ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു നല്ല സ്വഭാവക്കാരൻ. ഇത് തുടങ്ങിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇയാൾ പണ്ടൊരു പെണ്ണിനെ സ്നേഹിച്ച് ആ കല്യാണം വരെ എത്തിയതാ. ആ കല്യാണപ്പന്തലിൻ്റെ ഇടക്ക് വെച്ച് ഇയാളുടെ അമ്മ പറഞ്ഞു അവൾ പ്രസവിക്കാൻ കഴിയില്ലാത്തൊരു സ്ത്രീയാണ്, അതുകൊണ്ട് അവളെ കെട്ടരുതെന്ന്. അമ്മയുടെ വാക്കും വിശ്വസിച്ച് സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടി. ഇപ്പോൾ എന്നെയും കൂടി വേദനിപ്പിക്കുകയാണ്. ഇത് കേട്ട ആഷിതയാണെങ്കിൽ, അയ്യോ ലയ, എന്തിനാ ലയ ഇപ്പം ഈ കാര്യങ്ങളല്ലേ ഇവിടെ പറയുന്നത്? പറയണ ഏട്ടത്തി, ഡോക്ടർ സത്യങ്ങളെല്ലാം അറിയട്ടേന്നേ. ഇത് പറഞ്ഞില്ലേ ശരിയാവില്ല. പക്ഷെ ആ പെണ്ണിൻ്റെ പേര് മാത്രം ഞാൻ പറയില്ല. ആ പെണ്ണിൻ്റെ പേര് ഇവൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു യോഗ്യതയില്ല ഇവന്. അതുകൊണ്ട് ഞാൻ ആ പെണ്ണിൻ്റെ പേര് പറയില്ല ഡോക്ടറെ. അപ്പം ഇത് കേട്ട ഡോക്ടറാണെങ്കിൽ, ആഹാ, താനപ്പോൾ 2 പെണ്ണുങ്ങളുടെ കണ്ണീര് കണ്ടിട്ടാണല്ലേടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. താനാൾ കൊള്ളാലോ. അതുകൊണ്ട് തൻ്റെ ഈ ഒരു സ്വഭാവം ശരിക്കും അങ്ങോട്ട് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരുന്നു പറയണം. വേണ്ട ഡോക്ടറെ, എന്നെ വിടാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാടോ, കയറി കിടക്കടോ. ഇല്ല ഡോക്ടറെ, ഞാൻ ഈ കട്ടിൽ കയറി കിടക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ മാധവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇവനെ പിടിച്ച് കിടക്കാനാ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാധവ് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും മാധവിനെ ഒരു ഇഞ്ചക്ഷൻ വെക്കുകയാണ്. അപ്പോൾ ലയക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് നമ്മുടെ മാധവ് ഒന്ന് മയക്കത്തിലേക്ക് പോകണം. അപ്പോൾ ഡോക്ടർ ലയയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം, കുട്ടി താൻ പേടിക്കണ്ട, തൻ്റെ ഭർത്താവിനെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മോചിപ്പിക്കും ഞാൻ. ഇനി മേലെ അയാൾ കുടിക്കില്ല. ആ ഒരു സ്ഥലത്തേക്കല്ലേ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദുശീലങ്ങളും മാറ്റി തരിക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ഇദ്ദേഹം കാരണം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ്. എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടണം ഡോക്ടറെ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് പറയണം. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഇനി മാധവ് ഇവിടുന്ന് പുറത്തിറങ്ങാൻ നേരത്ത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ലയ പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശ് മേനോനെയാണ്. അപ്പോൾ സുമി അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശ് മേനോൻ വന്ന് ആകാശ് മേനോനോട് നമ്മുടെ സുമി പറയാണ്, ആകാശ് ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓഫീസിൽ പോയെങ്കിൽ ഞാനിവിടെ ഇരിക്കോ? ആകാശേ, ഇത്രയ്ക്കും ഗമ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ സുമി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആ ഒരു തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. എന്നെ കാണണമെന്ന് മനസ്സിൽ കരുതിയല്ലോ. എന്താണ് ആകാശേ നമ്മളുടെ ഒരു നീക്കുപോക്കങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്ത് നീക്കുപോക്കങ്ങൾ? ഒരു നീക്കുപോക്കങ്ങളും ഇല്ല. നിനക്ക് നിൻ്റെ വഴി. നീ എന്തിനാണ് എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെ പണം കണ്ടിട്ട്. എനിക്ക് പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നീയേ ഇവിടെ വന്ന് എൻ്റെ മുന്നിൽ കെഞ്ചി നിൽക്കുന്നത്. ഈ 10 മഹേഷിനെ മേടിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് നിനക്കറിയാം. എൻ്റെ ആകാശേ, ഈ പൈസ കൂടുതലുണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലും നേടാനായിട്ട് കഴിയോ? നല്ല ബുദ്ധിയും സാമർഥ്യവും ഒക്കെ വേണം. എനിക്കേതായാലും ആകാശിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അയ്യോ വേണ്ട, നിന്റെ ആഗ്രഹമൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. അതെ, നീ ആരാണ്, നിന്റെ സ്വഭാവം എന്താണെന്നൊക്കെ ഞാൻ രചനയോട് പറഞ്ഞാലേ എന്തായിരിക്കും സ്ഥിതിയെന്ന് നിനക്കറിയാലോ. തൊട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അങ്ങനെയാണെങ്കിലേ
നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്ത കാര്യവും രചനയെ അറിയണ്ട, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളും പറയാനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അടിച്ചാൽ തിരിച്ചടി, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ദേ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ രചന വരുന്നത്. അപ്പം രചന ചോദിക്കാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ബിസിനസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആകാശം ഞെട്ടിപ്പോയി. ആകാശാണെങ്കിൽ അത് വേറൊന്നുമല്ല, സുമിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് എൻ്റെ കൂടെ കൂടാവോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് സുമി. അത് ശരി, ഉള്ള ബിസിനസ് തന്നെ മര്യാദക്ക് കൊണ്ടുപോകാനായിട്ട് ആകാശിന് കഴിയുന്നില്ല, പിന്നെയാണ് ഇനി പുതിയൊരു ബിസിനസ്. അപ്പം നമ്മുടെ സുമിയാണെങ്കിൽ വീണ്ടും ആകാശിനോട് പറയണം, ആകാശേ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്, കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് സുമി പോവുക. അപ്പോൾ സുമി പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ അവൾ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും അറിയില്ല, ഇവൾ പറയുന്ന ബിസിനസ്സിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല, ഞാനേതായാലും അങ്ങനെ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുകയാണെന്നൊക്കെ പറയണം. അതെ, എനിക്ക് ടൈമായി, ഞാൻ ഏതായാലും ഓഫീസിലേക്ക് പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒറ്റ മുങ്ങല. പക്ഷേ ഇവിടെ രചനയ്ക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്, ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കളിയുണ്ടല്ലോ എന്ന് ഈ ആകാശം മനസ്സിലാക്കിയ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഇഷിത കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനം ഇല്ലല്ലോ മഹേഷേ, അതെന്താടോ തന്നെ സമാധാനം കളയുന്ന ആ ഒരു ഇത്, എന്താണെങ്കിലും പറഞ്ഞൂടെ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി, ഒരുപാട് ദുഃഖത്തിലായിരുന്നിരുന്ന എനിക്ക് ഇപ്പം നല്ലൊരു ജീവിതം കിട്ടി, സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ അതിനിടയിലും ഒരു സങ്കടമുണ്ട്, വിനോദിൻ്റെയും സുചിത്രയുടെയും കല്യാണം തന്നെയാണ്. എടോ, നമുക്ക് അവരോട് പറയാനല്ലേ പറ്റുള്ളൂ, അവരെ എത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാനായിട്ട് സാധിക്കുമോ അത് അവരും കൂടി തീരുമാനിക്കണ്ടേ, അതെങ്ങനെയെങ്കിലും നടത്തണം. കാരണം ഇനി എങ്ങനെയാണ് വിനോദിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല, അവൻ ഇനി എന്തെങ്കിലും ഗുരുമാല ചെന്ന് ചാടും. എനിക്കതുകൊണ്ട് ഒരു ടെൻഷനാണ് മഹേഷേ, അതുകൊണ്ട് അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ മതിയാവുള്ളൂ. താൻ ആ പറഞ്ഞ സത്യം തന്നെയാണ്, അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്നൊക്കെ ഒതുങ്ങും, അപ്പം അതുകൊണ്ട് പക്ഷേ അവരറിയിച്ചുകൊണ്ട് നടത്താനായിട്ട് പറ്റില്ല. ആരെയും അറിയിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇവർക്കുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് നിൽക്കാം. അത് ശരിയാണ്, ആഡംബരമായിട്ടൊരു കല്യാണമൊന്നും വേണ്ട മഹേഷേ, പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാന്നേ. താനൊരു കാര്യം ചെയ്യണം, താൻ ഏതായാലും സുചിത്ര വീട്ടിൽ പോയി സുചിത്രനെ ഒരുങ്ങാനൊക്കെ പറയണം, നമുക്കൊരിടം വരെ പോകാമെന്ന് വേണം പറയാൻ. അതിനിടയിൽ ഞാൻ ഏതായാലും വിനോദിൻ്റെ വീട്ടിലേക്ക് പോകും, വിനോദിൻ്റെ വീട്ടിലേക്ക് പോയി അവനെ ഒരുക്കി ഞാൻ ഇടം വരെ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് വരും. പക്ഷേ രണ്ടുപേരും സത്യങ്ങൾ അറിയരുത്, രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് വേണം സത്യങ്ങൾ അറിയാൻ. ഇന്ന് നിങ്ങളുടെ കല്യാണമാണെന്ന് അപ്പം വേണം അവരോട് പറയാൻ എന്ന് ഇഷിതയോട് പറയാണ് മഹേഷ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഓക്കെ മഹേഷേ, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഇഷിതയുടെ നെറ്റിയിലൊരു ഉമ്മയും കൊടുക്കുകയാണ്, ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ. നമസ്കാരം, താങ്ക് യു, സീ യു, ബൈ ബൈ.